അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇസ്തിഗാസ നടത്താനുള്ള വഫാത്തിന് ശേഷം പോലും ഇസ്തിഗാസ നടത്താനുള്ള തെളിവായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അത് ചെയ്യുമായിരുന്നു. പൂർവിക അമ്പിയാക്കളോട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അത് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്തരമൊരു ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായം ഇതാ മുജാഹിദുകളുടെ ആദർശം പൊളിഞ്ഞ് പാളീസാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ അഭിപ്രായം, ആ മോഹം, ആ ആഗ്രഹം വളരെ നല്ലതാണ്. പക്ഷേ ഒരിക്കലും സംഭവിക്കാത്തതാണല്ലോ എന്നതിൽ ചെറിയൊരു സങ്കടം മാത്രമേ ആ വിഷയത്തിലുള്ളൂ. മുജാഹിദുകൾക്ക് ഈ സമുദായത്തോട് പറയാനുള്ളത് ഇതാണ്: അബദ്ധം പറ്റി എന്ന് ഇവർ പറയുന്ന കാര്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ വാദം ഈ സദസ്സിന് മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മുജാഹിദുകൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്നുകൂടി ഞാൻ ഇവിടെ വിശദീകരിച്ചു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സത്യവിശ്വാസികളുടെ അടയാളമായി വിശദീകരിക്കുന്ന സൂറത്തുൽ അൻഫാലിലെ ആയത്ത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നമുക്കിങ്ങനെ വായിക്കാം: ഐ ലാ യർജൂന സിവാഹു, ആ പടച്ചതമ്പുരാനെയല്ലാതെ അവരാഗ്രഹിക്കുകയില്ല. വലാ യഖ്സുദൂന ഇല്ലാ ഇയാഹു, ആ പടച്ചതമ്പുരാനിലെ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ആഗ്രഹപൂർത്തീകരണത്തിനായി അവർ പോവുകയില്ല. വലാ യലൂദൂന ഇല്ലാ ബിജനാബിഹി, ആ പടച്ചതമ്പുരാന്റെ അരികിലേക്കല്ലാതെ അഭയം അന്വേഷിച്ചുകൊണ്ടവർ ചെല്ലുകയില്ല. വലാ യത്ലുബൂനൽ ഹവായിജ ഇല്ലാ മിൻഹു, ആ പടച്ചതമ്പുരാനിൽ നിന്നല്ലാതെ അവർ ആവശ്യങ്ങൾ തേടുകയില്ല. വലാ യർഗബൂന ഇല്ലാ ഇലൈഹി, ആ പടച്ചതമ്പുരാനിലേക്കല്ലാതെ ആഗ്രഹം വെച്ചുകൊണ്ട് അവർ പോവുകയില്ല എന്ന് ഇമാം ഇബ്നു കസീർ വിശദീകരിക്കുകയാണ്. ഇതിൽ പറഞ്ഞ ചില പദങ്ങളുണ്ട്: യർജൂന, യഖ്സുദൂന, യലൂദൂന എന്നൊക്കെയുള്ള പദങ്ങൾ മൗലിദ് കിതാബുകളിൽ നിന്ന് പകർത്തി എഴുതിയതാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ പിൽക്കാലത്ത് രചിക്കപ്പെട്ട മൗലിദ് കിതാബുകളിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ വേണ്ടി, അഭയം തേടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പദങ്ങൾ അങ്ങനെ തന്നെ പ്രയോഗിച്ചുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം വിശദീകരിക്കുന്നത്. ഇത് തന്നെയാണ് മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന സമ്പ്രദായം അത് വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാത്തതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ പിൻബലമില്ലാത്തതാണ് എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ വളരെ കൃത്യമായി അതിവിടെ വിശദീകരിക്കുകയും ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് എന്നർത്ഥം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതും. അല്ലാഹുവല്ലാത്ത ആളുകൾ, അവർക്ക് അല്ലാഹുവല്ലാത്തവരോട് തേടിക്കൊണ്ടിരുന്ന ഒരു സമുദായം, അവർ വിശ്വസിച്ചത് അല്ലാഹുവാണ് സ്രഷ്ടാവെന്നാണ്, അല്ലാഹുവാണ് നിയന്താവെന്നാണ്, അല്ലാഹുവാണ് കഴിവുകളുടെ ഉടമസ്ഥനെന്നാണ്. ആ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയുണ്ടായി: അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കെന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? പടച്ചതമ്പുരാൻ എനിക്കെന്തെങ്കിലും ഒരു ഉപകാരം വരുത്താൻ ഉദ്ദേശിച്ചാൽ തടയാൻ കഴിയുമോ എന്ന് ചോദിച്ച ചോദ്യം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന് തന്നെയാണ് ലാത്ത ഞങ്ങളെ സഹായിക്കുന്നത്, ഉസ്സ ഞങ്ങളെ സഹായിക്കുന്നത്, മനാത്ത് ഞങ്ങളെ സഹായിക്കുന്നത്. ആരോടൊക്കെ തേടുന്നുവോ അവരൊക്കെ പടച്ചതമ്പുരാന്റെ കീഴിലാണ്. ആ പടച്ചതമ്പുരാൻ നൽകുന്ന കഴിവ് കൊണ്ടാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ആരാണ് സ്രഷ്ടാവെന്ന്, ആരാണ് നിയന്താവെന്ന്,
ആരാണ് 7 ആകാശങ്ങളുടെയും റബ്ബെന്ന്, ആരാണ് മഹത്തായ അർശിന്റെ റബ്ബെന്ന്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനെന്ന് ഒക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞത് അള്ളാഹുവാണെന്ന്. അപ്പോൾ അള്ളാഹു നൽകുന്ന കഴിവിൽ നിന്നാണ് ഞങ്ങൾ സഹായിക്കുന്നത് എന്ന ഒരു വാദം ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ എന്തൊരു ന്യായമായിരുന്നോ അല്ലാഹുവല്ലാത്തവരോട് തേടാൻ പറഞ്ഞിരുന്നത്, ആ ന്യായമേ ആകുന്നുള്ളൂ. മുജാഹിദുകൾ വാദപ്രതിവാദത്തിന് വന്നത്, മുജാഹിദുകൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പറയുന്ന ന്യായം തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാനല്ല. മുജാഹിദുകൾക്ക് ആവശ്യം വിശുദ്ധ ഖുർആനിന്റെ തെളിവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവാണ്, നാം എഴുതിയ പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടിയുള്ള തെളിവാണ്. ആ തെളിവ് ഇവിടെ വായിച്ചിട്ടില്ല, എവിടെയും വായിച്ചിട്ടില്ല, ഇവിടെ വായിക്കില്ല, എവിടെയും വായിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു തെളിവ് വിശുദ്ധ ഖുർആനിലില്ല. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുജാഹിദുകൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പറഞ്ഞു വന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന എന്ന പദം പ്രയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ പറയുന്നു, സഹായം തേടുക എന്ന് പ്രയോഗിച്ചാലും കുഴപ്പമില്ല. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ ചായ കുടിക്കുകയാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ സഹായം തേടുന്നില്ല. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ചെയ്യുന്ന പ്രവർത്തനത്തിന് വണ്ടി ഓടിക്കുക എന്നാണ് പറയുന്നത് എന്ന് വിചാരിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ആ പ്രവർത്തനം അത് പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ്, അത് അംബിയാഇന്റെ മാതൃകയില്ലാത്തതാണ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തതാണ്, അത് സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്തതാണ്, അത് പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതാണ് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ ആ അബദ്ധത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് ആ അബദ്ധം സംഭവിച്ചുവെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഔലിയായിന് ആ അബദ്ധം സംഭവിച്ചു എന്നാണല്ലോ പറയുന്നത്. അസ്റഫുൽ ഖൽഖ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ അബദ്ധം സംഭവിച്ചു എന്നാണല്ലോ പറയുന്നത്. അവർക്കൊക്കെ അബദ്ധം സംഭവിക്കുകയും ഇവിടെ ചില ആളുകൾക്ക് മാത്രം അത് ഞങ്ങളൊക്കെ കുറച്ച് ഓതി കിതാബൊക്കെ പഠിച്ച് എന്ന് വിചാരിക്കുമ്പോ ആ റസൂലിനേക്കാളൊക്കെ മികച്ച ആളുകളാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സുബദ്ധമുണ്ടല്ലോ. ആ സുബദ്ധം എത്തിച്ചേരുന്ന സ്ഥലത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസാഅത് മസീറ എന്നാണ്. എത്തിച്ചേരുന്ന സ്ഥാനം ഏറ്റവും മോശമായ സ്ഥാനമാണെന്ന്. ആ സ്ഥാനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗമാണ്. ആ സ്വർഗം, ആ റസൂല് കിടക്കുന്ന സ്വർഗം, അതിൽ കിടക്കണോ? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, അവനിൽ ആരെയും പങ്കു ചേർക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മാത്രം മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അവനിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. ആ പ്രഖ്യാപനം ഏറ്റുപറയാൻ പ്രിയപ്പെട്ട സമുദായമേ എന്ന് തയ്യാറാവുന്നുവോ അന്നാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അമലുകൾ ചെയ്തു തുടങ്ങാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിന് പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിഷയാവതരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച സുന്നി പക്ഷത്തോട് മുജാഹിദ് വിഭാഗത്തിൻ്റെ ചോദ്യങ്ങളാണ്. ചോദ്യം 5 മിനിറ്റും ഉത്തരം 7 മിനിറ്റുമാണ്. ചോദ്യം ചോദിക്കുന്നതിനായി മുജാഹിദ് വിഭാഗത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത് എന്ന് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല